ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ സൂറത്തിലാണുള്ളത്. നമ്മൾ മാഡം ജി പറഞ്ഞിട്ട് ചുരിദാറിൻ്റെ ശീല വാങ്ങാൻ വന്നതാണ്. പിന്നെ ഇന്നലെ രാത്രി ചെറിയൊരു അക്കടി പറ്റി. ഞാൻ പറഞ്ഞില്ലേ രജിസ്റ്ററിൽ ഒരാളെ കണ്ടെന്ന്. ആ ആളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീച്ച് പോയി നോക്കി. പക്ഷേ ഞാൻ എണീച്ച് ചെല്ലണതിന് മുന്നേ ആ ആൾ പോയി. നല്ല ഫ്ലോർ. ആ ആൾ പോയി. സംഭവം എൻ്റെ ഒരു കസിനാണ്. എൻ്റെ കസിൻ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ വയസ്സിന് മൂത്ത ആളാണ്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ തലേന്ന് വരെ മൂപ്പരെ ഞാൻ അങ്ങാടി കണ്ടിണ്. എന്നിട്ട് ഗുജറാത്തിൽ വന്ന് സൂറത്തിൽ വന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ആ രജിസ്റ്ററിൽ മൂപ്പരെ പേര് എന്താണെന്ന് അന്വേഷിക്കണമല്ലോ. ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ദയവ് ചെയ്ത് ആരോടും പറയല്ലേന്നാ. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയുന്നില്ല, എനിക്കിപ്പോൾ എന്താ പറഞ്ഞിട്ട്. എന്തായാലും ഞാൻ നേരിട്ട് കണ്ടോളാം, നമുക്കൊക്കെ പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കാമെന്ന് പറഞ്ഞു. കാണണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കമാൺ. ചെറിയൊരു ഹോട്ടലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ബഫറ്റ് വരെ സെറ്റാക്കി കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഇതിൽ ഉപ്പുമാവാണ്. നല്ല വൃത്തിയിലുള്ളൊരു റെസ്റ്റോറൻറ്റും കാര്യമൊക്കെയാണ്. ഇത് സാമ്പാറാണ്. നമുക്ക് എന്തായാലും മിഥുനേട്ടൻ എന്താണ് എടുക്കുന്നത് അതെടുക്കുക. കാരണം മിഥുനേട്ടൻ ഇന്നലെ രാത്രി റൂമിൽ കിടന്നിട്ട് ഇവരെ മെനു കീറി മുറിച്ച് പരിശോധിക്കണ കണ്ടാണ്. അതുകൊണ്ട് മിഥുനേട്ടൻ അറിയാൻ മതി എന്താ കറക്റ്റ് എടുക്കേണ്ടതെന്ന്. ബ്രെഡ് പൊരിച്ചതും ദോശയും ഇഡ്ഡലിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് ബിസ്ക്കറ്റ് ബ്രെഡ് സാധനങ്ങളുണ്ട്, പാലുണ്ട്, കോഫി ഉണ്ട്, കോൺഫ്ലേക്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്. പിന്നെ ചായ നമുക്ക് അതിൽ ഏതാ വേണ്ടി വെച്ചാൽ പൊടി എടുത്തിട്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഞാൻ മിഥുനേട്ടൻ എന്താണോ എടുത്ത് അങ്ങനെ തന്നെ ബാക്കിൽ അതെടുത്ത് പോട്ടെ. ഞാൻ ലൈറ്റായിട്ട് ഒരു ഗീ റോസ്റ്റും പിന്നെ ഒരു കപ്പ് ചായയും ബ്രെഡ് പൊക്കവട എന്ന് പറഞ്ഞൊരു സാധനം കണ്ട്. അപ്പോൾ അത് രണ്ടെണ്ണം എടുത്ത് നോക്കി. പിന്നെ ഒരു പഴവും. ചായയും കാപ്പിയൊന്നും പറ്റാത്തവർക്ക് ഇവിടെ ബോൺവീറ്റ് ഉണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ എടുത്തിട്ടുണ്ടാക്കി കഴിക്കുക. കാരണം പാല് താഴത്തെ ഫ്ലാസ്കിലുണ്ട്. അതേപോലെ അച്ചാർ ഇതാ പിക്കിളിന് എഴുതിയിട്ട് പാക്കറ്റാക്കി വെച്ചാണ്. ഇവർക്ക് എന്തെങ്കിലും അച്ചാർ വേണം. ഞാൻ എന്തായാലും ആ ചായ കുടിച്ച് കഴിഞ്ഞപ്പം വെറുതെ ഒരു പൂതി. അതുകൊണ്ട് ഒരു ചെറിയ കപ്പ് പാല് കുടിക്കാമെന്ന് വിചാരിച്ച് ഡെസേർട്ടായിട്ടേ. പിന്നെ ഡെസേർട്ട്സ് ഇവിടെ കുറച്ച് സാധനങ്ങൾ കണ്ട്. ഒരുപാട് ഐറ്റം ഒന്നുമില്ല. പിന്നെ ബിസ്ക്കറ്റ് ബ്രെഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് ബ്രെഡ് അപ്പുറത്ത് നമുക്ക് ടോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞാൻ എന്തായാലും ഒരു ജസ്റ്റ് ജിലേബി കണ്ട്, നല്ല ചൂടുള്ള ജിലേബി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പോണ വൈക്ക് ജസ്റ്റ് കണ്ണറ്റാക്കാൻ 2 ബിസ്ക്കറ്റ് ഇടണ്ടേ. ആ ബിസ്ക്കറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എഴുതി വെച്ചില്ല. സാൾട്ടാണോ സ്വീറ്റാണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. അവിടെ എഴുതി വെച്ച കണ്ടില്ല. എന്തായാലും ചൂടുള്ള ജിലേബി അവിടെ ഇങ്ങനെ കൊണ്ടിടുന്നുണ്ട്. അതോടുകൂടി അത് കഴിക്കാനൊരു പൂതി. ഞാൻ സത്യത്തിൽ മധുരം കുറവാണ് കഴിക്കൽ. പക്ഷേ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഞാൻ കണ്ടുപോയി അയാൾ കൊണ്ടിടുമ്പോൾ. അതുകൊണ്ട് 2 ജിലേബിയും കൂടി അതിൽ വെക്കുന്നുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പോയിട്ട് മിഥുനേട്ടനൊന്ന് ഡ്രസ്സ് മാറ്റിയൊക്കെ വന്നാൽ നമുക്ക് നേരെ നമ്മളെ ചുരിദാറിൻ്റെ ശീല കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി ടൗണിലേക്ക് ഇറങ്ങാം. ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ, 3 കളറൊക്കെ ആയിട്ട് സെറ്റായിട്ട് കഴിക്കാൻ രസമുണ്ടായാൽ മതിയേനെ. അപ്പോൾ ഓക്കെ, എന്നാൽ മിഥുനേട്ടൻ ഒരുങ്ങി വന്നാൽ നമുക്ക് ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങി. ഇതാ ഒരു യൂബർ ഓട്ടോ ചേട്ടനെ കിട്ടിയാണ്. നല്ല പുതിയൊരു ഓട്ടോറിക്ഷയാണ്. അടിപൊളി ഓട്ടോറിക്ഷ. നമുക്കിനി ഇതിലിങ്ങനെ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി നോക്കാം. എന്താണ് ഇവിടുത്തെ മാർക്കറ്റ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ ആദ്യമായിട്ട് വരികയാണ്. ഒന്ന് കറങ്ങി നോക്കാം. മാഡം ജി പറഞ്ഞ പോലെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇനി ഇറക്കുന്ന എല്ലാ ഓട്ടോറിക്ഷയ്ക്കും ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടാവണം നല്ലതാണ്. ഈ ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഓട്ടോ എടുത്തതിന് ശേഷം ഇതുപോലൊരു സംവിധാനം ചെയ്യുകയാണ്. നമ്മളെ സ്ഥലത്തെത്തി. സൂറത്ത് ടെക്സ്റ്റൈൽ മാർക്കറ്റ് ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടൊരു സ്ഥലമാണ്. ആദ്യം ഇവിടെ തന്നെ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പോയി നോക്കല്ലേ. ഇവിടെ ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ട് ഒരുപാട് ഷോപ്പുകളാട്ടോ കാണുന്നത്. അല്ലാതെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു മാർക്കറ്റല്ല. കുറേ ഷോപ്പുകളാണ്. അപ്പോൾ ഒന്ന് കയറി നോക്കട്ടെ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. മാഡം ജി പറഞ്ഞ ചുരിദാറിൻ്റെ ശീലയും ബെഡ്ഷീറ്റൊക്കെ കിട്ടുമെന്നുള്ളത് ഒന്ന് തപ്പണം. നല്ല വെയിലാണ്, അപ്പോൾ ചൂടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കടകളുണ്ടെന്നാണ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചത്. എന്താണെന്നുള്ളതൊന്ന് കറങ്ങി നോക്കട്ടെ. ആദ്യമായിട്ട് വരുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും കിട്ടില്ല. കാരണം എല്ലാം ഒരേപോലെ ഡീൽ ചെയ്യുന്ന ഷോപ്പുകളാണ്. സാധനം സ്റ്റോക്ക് ഇങ്ങനെ കെട്ടി വെച്ചാണ്. പ്രൊഡക്റ്റ് പോകുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ കയറി ഒന്ന് ചോദിച്ചു നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഗൈസ്, പിന്നെ ചെറിയൊരു ഫൗള് പറ്റി. സംഭവം മാഡം ജി നമ്മളോട് ചുരിദാറിൻ്റെ ശീല വാങ്ങാനാണ് പറഞ്ഞത്. നമ്മൾ കയറിയ മാർക്കറ്റ് മൊത്തം സാരിയാണ്. ഇതൊക്കെ സാരിയാണ് കേട്ടതാ. ഈ കാണുന്നതൊക്കെ സാരിയാണ്. സാരി മാഡം ജി ഉടുക്കൂല. ഞാൻ ആകെ ഓളെ MBBS കോൺവെക്കേഷന് എടുത്തതേ കണ്ടുള്ളൂ. ഉമ്മ സാരി എടുക്കും, പക്ഷേ ഉമ്മൻ്റെ ഒരു ടൈപ്പ് സാധനമൊന്നും ഞാൻ ഇവിടെ കാണുന്നില്ല. ഇത് വേറെ ടൈപ്പ് ഓഫ് സാധനങ്ങൾ. അമ്മ നല്ല കോട്ടൺ സാരി എടുക്കല്, മീന കോട്ടൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ മാർക്കറ്റ് പോയി നോക്കാം, അതാണ് നല്ലത്. ഇവിടെ സത്യം പറഞ്ഞാൽ റോഡിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ മാർക്കറ്റാണ്. ഈ ഓവർ ബ്രിഡ്ജിൻ്റെ താഴത്ത് മാത്രമേ കുറച്ച് തണലുള്ളൂ. ഞാനാണെങ്കിൽ എൻ്റെ ഷെയ്ഡ്സ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നല്ല വെയിലുണ്ട്.
പിന്നെ മാഡം ജി പറഞ്ഞ ചുരിദാറിൻ്റെ ശീല എവിടെ കിട്ടുകയെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയാൽ ഏജന്റുമാർ നമ്മളങ്ങനെ അങ്ങോട്ട് പൊതിയും എന്താ സാധനം വേണ്ടിയെന്ന് വെച്ചിട്ട്. ഇവരോട് ശീല മറ്റേന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താ വെച്ചാൽ നമുക്ക് എന്തായാലും ഓരോ മാർക്കറ്റിൽ വെറുതെ ഒന്ന് കയറി ഇറങ്ങി നടന്നു നോക്കാം, എന്നിട്ട് കിട്ടും ഐറ്റം നോക്കാം. എന്തായാലും കിട്ടിയിട്ടേ പോവുള്ളൂ. മാഡം ജി ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് സാധിക്കും. അപ്പോൾ പോയി നോക്കല്ലേ, വാ. ഇവിടെ അങ്ങനെ ഓരോ വലിയ കോംപ്ലക്സ് ആയിട്ട് എന്താ പറയുക, ഓരോ മാർക്കറ്റുകളാണ്. എല്ലാം ഹോൾസെയിൽ മാർക്കറ്റാണ് ഇപ്പോൾ. അപ്പോൾ ഇതുപോലെയുള്ള കോംപ്ലക്സുകളിൽ ഇങ്ങനെ കയറുക, നമുക്ക് സാധനങ്ങൾ നോക്കുക, ഡീലർമാർക്ക് സാധനങ്ങൾ എടുത്തു പോവാം, ഏജൻറ്റുമാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇതൊരു ടെക്സ്റ്റൈൽ മാർക്കറ്റാണ്, ഇതൊരു ടെക്സ്റ്റൈൽ മാർക്കറ്റാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആദർശ് 2ൻ്റെ ആദർശ് 1. ആദർശ് വലിയ ടീമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 2 വലിയ കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ ദാ അവിടെ ഒരു പള്ളി കാണാം. പിന്നെ സിറ്റി വലിയ ക്രൗഡഡ് ഒന്നും ആയിട്ട് തോന്നുന്നില്ല, അത്യാവശ്യം വൃത്തിയുണ്ട്. നമ്മൾ ഇന്നലെ അഹമ്മദാബാദ് പറഞ്ഞ പോലെ, പക്ഷേ കുറച്ചും കൂടി ഒരു ഓൾഡ് ടൗണാണ്. ഞാൻ കണ്ട വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സിറ്റിയിൽ കച്ചവടത്തിൻ്റെയും തിരക്കിൻ്റെയും മാർക്കറ്റിൻ്റെ ഒക്കെ ഇടയിൽ കൃഷിയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഫാബ്രിക് കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. ഇതിന്ന് ഒരു 2 മീറ്റർ മാഡം ജിക്ക് തരുമെന്ന് ഇപ്പം ഞാൻ അങ്ങനെ ഇവരോട് ചോദിക്കാം. മാഡം ജി അങ്ങനെ ചെറിയതാ, ആകെ 2 മീറ്റർ വാങ്ങി. അതൊക്കെ ഫുള്ള് വലിയ അല്ലോ. ഇതൊക്കെ വാങ്ങിയ മാഡം ജിക്ക് ആയുഷ്കാലം ചുരിദാർ അടിച്ചിടാം. അതേപോലെ സാധനങ്ങളുണ്ട്, പക്ഷേ ഇതൊക്കെ വലിയ വലിയ ബണ്ടിലാണ് കാണുന്നത്. മാഡം ജിക്ക് ചുരിദാർ അടിക്കാനൊക്കെ പറ്റിയ സാധനമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതുമൊന്നും ഒരു 2 മീറ്റർ എങ്ങനെ നമ്മൾ മാഡം ജിക്ക് ചോദിക്കുക. മില്ലിന്ന് വലിയ ബണ്ടിലായിട്ട് വരുന്ന സാധനം ഇവരിവിടുന്ന് 50 മീറ്റർ 100 മീറ്റർ നോക്കാം കിട്ടാം. ഈ ചേട്ടൻ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് വരുന്നത് ഒരു 16 mm തിക്നെസ് ഒക്കെ ഉള്ള സിമെൻറ്റ് ഷീറ്റാട്ടോ. അമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞ കൃഷിസ്ഥലം, അതും ഈ പറഞ്ഞ വലിയൊരു സിറ്റിയിൽ ഈ ബിസിനസ്സുകളുടെയൊക്കെ ഇടയിൽ നല്ലൊരു പരിപാടിയാണ്. ഇത് മാത്രമല്ല, കുറച്ചപ്പുറത്തേക്ക് വേറെ എന്തോ ഒരു സാധനമുണ്ട്. അതെന്താ ഐറ്റം എന്ന് മനസ്സിലായില്ല. ഇതും എന്താ ഐറ്റം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാനിവിടെ ആരോട് അന്വേഷിക്കാനും പോയില്ല. ഇത് കണ്ടിട്ട് ഇത് എന്ത് കൃഷിയാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി. വലിയ ബിസിനസ് സംശയങ്ങൾ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലത്തെ കൃഷി. അത് ഭയങ്കര ഒരു അടിപൊളി പരിപാടിയായി. നമ്മൾ അഹമ്മദാബാദിൽ കണ്ട പോലെ കടലാസ് പൂവ് കാണുന്നില്ലെങ്കിലും ബാംഗ്ലൂരൊക്കെ കാണുന്ന ആ പൂവില്ലേ, അതുണ്ട് കേട്ടോ കുറേ. ഇങ്ങനെ നടക്കുകയാണ് നമ്മളെ മാഡം ജിൻ്റെ ചുരിദാർ ശീല നോക്കിയിട്ട്. റോഡ് സൈഡിൽ കാണുന്ന എല്ലാ ഗുഡ്സിലും തുണിയാണ്. പക്ഷേ ഇതൊക്കെ 1000കണക്കിന് മീറ്റർ ഉണ്ട്. ഇതൊക്കെ എത്ര വലിയ വലിയ ലോഡുകളാണ് കയറ്റി അയക്കുന്നത്. ഇവിടെയാണ് ഞാൻ നമ്മളെ മാഡം ജിക്ക് ഒരു 2.5 മീറ്റർ ചുരിദാറിൻ്റെ കഷ്ണത്തിന് ഇറങ്ങിയത്. അടി കൊള്ളൂലേക്ക് ഇവരോടൊന്ന് ചോദിച്ചാൽ. സംഭവം ശീലമൊക്കെ ഇവിടെ തന്നെയാണ് കിട്ടുക, പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഇത് 1000കണക്കിന് മീറ്ററുകൾ വെച്ചിട്ട് ഇങ്ങനെ പല പല സ്റ്റേറ്റിലേക്ക് കയറി പോവുകയാണ്. എക്സ്പോർട്ടും നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു 2.5 മീറ്റർ തുണി ചോദിച്ചാൽ മിക്കവാറും അടി കിട്ടും. ഒരു 2500 മീറ്ററിൽ കുറഞ്ഞൊന്നും ഇവരോട് ചോദിക്കാൻ പറ്റുന്നു. എനിക്ക് ഇവിടുത്തെ അവസ്ഥ കണ്ടിട്ട് തോന്നുന്നില്ല. തുണീൻ്റെ സാമ്പിളുകളാണ് ഇതൊക്കെ. സംഭവം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് 2.5 മീറ്ററും 3 മീറ്ററും ഒന്നായിട്ട് കിട്ടുന്ന കേസില്ല. മാർക്കറ്റൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ. പുതിയ ഫെസിലിറ്റിയിലാണ് മാർക്കറ്റുകളൊക്കെ ഉള്ളത്. പിന്നെന്താ, ഈ പറഞ്ഞ പോലെ ചുരിദാറിൻ്റെ ഒക്കെ ഫാബ്രിക്കിൻ്റെ കമനീയമായ ശേഖരങ്ങൾ. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഒക്കെ അത്രയും ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്ഷൻ പർപ്പസിന് പോകുന്നതാണ്, അല്ലാതെ നമ്മളെ ചെറിയ പർപ്പസുകൾക്കുള്ളതല്ല. ഇതുപോലുള്ള വലിയ കോംപ്ലക്സുകളിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എത്ര ഷോപ്പ് മുറി ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഇതൊന്നും നടന്ന് മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളെ കാര്യം ഇതുവരെ നടന്നില്ല, അതുകൊണ്ട് വേറെ പോയി നോക്കാം. വന്ന കാര്യം നടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു സംശയമായിരുന്നു. കാരണം ഇവിടെ ഒക്കെ വലിയ ക്വാണ്ടിറ്റിയാണ്. വിചാരിച്ച മാതിരി പരിപാടി നടക്കില്ല. ഇതൊന്ന് മുറിച്ചിട്ട് മാർക്കറ്റിൽ വെക്കുന്ന ചെറുകിട കടക്കാരുണ്ടെങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുള്ളൂ. പിന്നെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കോഴിക്കോട്ടങ്ങാടിയിൽ നിന്ന് വാങ്ങി കൊടുത്തോളൂ അവർക്ക് ചുരിദാറിൻ്റെ ശീല. അവിടെ ഇതിനേക്കാൾ കളക്ഷൻസ് നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുമല്ലോ. അല്ലാണ്ട് ഇപ്പോൾ 100 മീറ്റർ വാങ്ങിയിട്ട് ആ പഞ്ചായത്തിലുള്ള മുഴുവൻ ആൾക്കാരും കൂടി ചുരിദാർ അടിച്ചിടേണ്ടി വരും. ഇതൊരു പ്രത്യേക തരം വണ്ടിയാണ്. ഇത് ഓടിക്കണ ഈ ചെക്കന് ലൈസൻസ് പോയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പക്ഷേ വണ്ടി വെറൈറ്റിയാണ്. പിന്നെ ഇതിന് ചിലപ്പോൾ ലൈസൻസ് വേണ്ടി വരില്ല കേട്ടോ. മാമുക്കോയെ പറഞ്ഞ മാതിരി നമുക്ക് നമ്മളെ വണ്ടിക്ക് രജിസ്ട്രേഷനും ഇല്ല, അറിഞ്ഞില്ലല്ലോ. അതേപോലെയാണെന്ന് തോന്നുന്നു. ഇത്രയും നേരം നടന്നിട്ട് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ കുറച്ചൊരു തണൽ കിട്ടി. തണൽ കിട്ടുമ്പോഴൊരു സുഖം ഉണ്ടല്ലോ. നല്ല ചൂടാട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മളെ
നമ്മളെ പരിപാടി നടക്കണമല്ലോ. ഇവിടെയൊക്കെ കാര്യമായിട്ട് മെട്രോൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. സൂറത്ത് മെട്രോ റെയിൽ പ്രോജക്റ്റ്. എല്ലായിടത്തും മെട്രോ വരികയാണ്. ഇന്ത്യയിലെ ഒരുവിധം സിറ്റികളിലും മെട്രോ കണക്ടിവിറ്റി ആവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അഹമ്മദാബാദിൽ കണ്ടില്ലേ, യാത്രക്കാരുണ്ടോയെന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും പിന്നീട് അങ്ങനെ ആൾക്കാർ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് തുടങ്ങുകയാണല്ലോ ചെയ്യുക. തുടക്കത്തിൽ എല്ലാത്തിലും കുറച്ച് ആൾക്കാർ കുറവായിരിക്കും, പിന്നെ അങ്ങ് റെഡി ആയിക്കോളും എന്ന് വിചാരിക്കുക. സൂറത്തിലൊക്കെ ഒരു മെട്രോ ലൈനിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലിപ്പോൾ മെട്രോ വേണോ എന്നായിരുന്നല്ലോ ആദ്യമൊക്കെ ചോദിച്ചിനെ. പക്ഷെ ഇപ്പം എന്തായി, ഇപ്പോൾ നല്ല തിരക്കും ലാഭത്തിലുള്ള കമ്പനിയായി മാറിയില്ലേ. അതേപോലെയൊക്കെ അങ്ങ് ആവും എന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ നടന്ന് പോകുമ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്തൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഒന്ന് പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയും പെട്രോൾ അടിച്ചില്ലെങ്കിൽ വണ്ടി മുന്നോട്ട് പോവില്ല. അപ്പോൾ എന്താ ഇവിടെ ഉള്ളത് നോക്കട്ടെ. 100% പച്ചക്കറി ആയിരിക്കും. യെസ്, ഓൺലി വെജ്. കുഴപ്പമില്ല, നമ്മൾ 3-4 ദിവസമായിട്ട് തന്നെയാണ് പരിപാടി. എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. സംഭവം അടിപൊളി വെജ് റെസ്റ്റോറൻ്റാണ്. ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്തൊക്കെ ഐറ്റമെന്ന് ചോദിച്ചാൽ വെജിറ്റേറിയൻസിന് തന്നെയായിരിക്കും കാര്യമായിട്ട് മനസ്സിലാവുക. പക്ഷെ എനിക്ക് വെജിറ്റേറിയൻ ഇഷ്ടം കേട്ടോ. പക്ഷേ സൗത്ത് വെജിറ്റേറിയനാണ് ഞാൻ കൂടുതലും കഴിച്ചത്. ഈ നോർത്തിലെ വെജിറ്റേറിയനിൽ ടേസ്റ്റ് കുറച്ചൊക്കെ അങ്ങോട്ട് മാറലുണ്ട്. പ്രത്യേകിച്ച് കൽക്കട്ട സൈഡൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ടേസ്റ്റ് മാറും. ഇവിടുത്തെ വലിയ കുഴപ്പമില്ല. നമ്മൾ ഉള്ളി വന്നു, ഇത് വന്നിരുന്ന് ഓർഡർ കൊടുത്താൽ അപ്പോൾ കിട്ടും, ഉള്ളിയും ചെറുനാരങ്ങയും. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ അച്ചാർ ഇവിടെ ടേബിളിൽ തന്നെ ഉണ്ട്. സന്തോഷമായി. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഒരു ഐറ്റം, വെജ് മഞ്ചൂരിയൻ. കളറൊക്കെ ആണല്ലോ, കണ്ടാൽ നല്ല 65 ആണെന്നൊക്കെ തോന്നും, പക്ഷേ ഇത് വെജാണ്. ഞാൻ അഹമ്മദാബാദിൽ നിന്ന് ഒരു ദിവസം രാത്രി ഇത് കഴിച്ചാണ്, ഫസ്റ്റ് ഡേ രാത്രി. ഭയങ്കര ടേസ്റ്റ് തോന്നി, അതുകൊണ്ടാണ് ധൈര്യത്തിൽ വാങ്ങിയത്. ഇതൊന്ന് കഴിച്ച് നോക്കാം. നല്ല ഉപ്പുണ്ട്. പക്ഷേ ഞാനന്ന് അഹമ്മദാബാദിൽ നിന്ന് കഴിച്ചതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റാവും, കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഇതിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊന്ന് കഴിച്ച് നോക്കാം. കാരണം എന്താ പറയുക, ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് പുളിയും കൂടി ഉണ്ടായാൽ ടേസ്റ്റ് ഉണ്ടാവും. ഫുള്ളായിട്ട് തന്നെ കഴിക്കട്ടെ, എന്തിനാ കട്ട് ചെയ്യണം. ഇപ്പോഴാണ് കറക്റ്റായ ഒരു നാരങ്ങ പിഴിയുക കഴിക്കുക, അപ്പോൾ ആ ഉപ്പ് ബാലൻസ് ആവും. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി സാധനം. പിന്നെ ഇത് കാണുമ്പം ചിക്കൻ 65 ഒക്കെ പോലെ തോന്നും, പക്ഷേ പക്ക പച്ചക്കറിയാണ്. ഞാൻ വെജ് ലവറാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് ഓർഡർ ചെയ്ത ഐറ്റം എന്ന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമുക്ക് ഗ്യാരണ്ടി ഉള്ള മെനുവിലുള്ള ഐറ്റം. അതായത് റൊട്ടി, പരിപ്പ് കറി, ദാൽ, സബ്ജി. ഇതാകുമ്പോൾ പിന്നെ മെനുവിലിനി 1000 ഐറ്റം കണ്ടാലും ഇതും പരിപ്പ് കറിയോട് ഓർഡർ ചെയ്താൽ നമ്മൾ സേഫാണ്. പിന്നെ എനിക്ക് അഡീഷണലായിട്ട് കിട്ടിയ ഐറ്റമാണ് ഈ വെജ് മഞ്ചൂരിയൻ. വെജ് മഞ്ചൂരിയൻ എന്ന് പറഞ്ഞ സംഭവം എന്താ പറയുക, കോളിഫ്ലവറിൻ്റെ ആ മോൾ ഭാഗമല്ലേ, അതിൻ്റെ തണ്ട് ഒഴിവാക്കിയിട്ട് ആ ബാക്കി പൊരിച്ചത് തന്നെയാണ് സംഭവം. പക്ഷേ അഹമ്മദാബാദിൽ നിന്ന് വാങ്ങിയ സാധനം ഇത് കോളിഫ്ലവർ മാത്രമല്ലേന്ന്, വെജിൻ്റെ എന്തോ ഒരു ബോൾസ് ഫ്രൈ ചെയ്തിട്ട് കിട്ടിയ വെജ് മഞ്ചൂരിയൻ തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ കോളിഫ്ലവർ മാത്രമേ ഫീൽ ചെയ്തുള്ളൂ കഴിച്ചപ്പോൾ. പറയാതെ വയ്യ വല്ല റൊട്ടി, ഒരു രക്ഷയില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞ സംഗതിയാണ്. ഈ റൊട്ടി വരെ അച്ചാറിൽ മുക്കുക, ദാലിൽ മുക്കുക, എടുക്കുക, 3 നേരം റൊട്ടിയും പരിപ്പും കറി തന്നെ. ദാൽ കറി എവിടെ നിന്ന് വാങ്ങിയാലും സൂപ്പർ ആട്ടോ. അതിൻ്റെ കൂടെ ഒരു മഞ്ചൂരിയനും സെറ്റ്. ധൈര്യത്തിൽ കഴിക്കാം, നല്ല ടേസ്റ്റുമാണ്, വേറൊരു പ്രശ്നവുമില്ല. നല്ല റെസ്റ്റോറൻറ്റ് നോക്കി കയറിയാൽ മതി. ഞാൻ അങ്ങനത്തെ കയറിയുള്ളൂ. ബാക്കി പുറത്തുള്ള സ്ട്രീറ്റ് ഫുഡിൽ ഇതെന്താ അവസ്ഥ എന്നറിയില്ല. ടേസ്റ്റൊന്നും മോശമാകാൻ സാധ്യതയല്ല, കുറച്ച് വൃത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേ ഉള്ളൂ. സൂപ്പർ. കുറച്ച് ചുടുവെള്ളത്തിലൊരു നാരങ്ങ മുറിച്ചിട്ട് കൊണ്ടുവന്ന് തരും. പണ്ട് കുറേ മുന്നേ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ഒരു ഹോട്ടലിൽ ഇതേപോലെ കൊണ്ടുവന്ന് തന്നിനി. അന്ന് എൻ്റെ കസിൻ എന്നെ പറ്റിച്ച്. അത് ചൂടുള്ള ഒരു ലൈമാണ്, അതൊക്കെ കഴിയുമ്പോൾ വയറ് ശരിയാകാൻ വേണ്ടിയിട്ട് കുടിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചിന്. പെട്ടെന്ന് ഞാൻ അതാ ഓർത്ത്. സംഭവം അതൊന്നും അല്ല കേട്ടോ, മറ്റേ ഫിംഗർ ബൗൾ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കഴുകാൻ നമുക്ക് ടേബിളിൽ തന്നെ വെള്ളം കൊണ്ടുവന്ന് തരും. അതിൽ ചുടുവെള്ളമായിരിക്കും, ഒരു ചെറിയ നാരങ്ങൻ്റെ പീസും ഉണ്ടാവും.
നാരങ്ങ വെച്ച് കഴുകിയാൽ ഭയങ്കരമായിട്ട് ക്ലിയർ ആവും. അതിൽ എന്തോ ഒരു ആസിഡില്ലേ, സയൻസ് പഠിച്ച ആൾക്കാർക്ക് അറിയാൻ മതി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദാൽ കറി വാങ്ങിയപ്പോഴേ കുറച്ച് ക്വാണ്ടിറ്റി അധികമായി. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഇത് ഒഴിവാക്കി പോകാനും തോന്നുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് കറി മാത്രമായിട്ട് കഴിക്കാൻ വിചാരിച്ച്. അങ്ങനെ കഴിക്കാൻ പറ്റുമോ? നല്ല ചീരയൊക്കെ ഇട്ടിട്ടുള്ള ദാൽ കറിയാണ്. അപ്പോൾ ദാൽ കറി ഒഴിവാക്കണ്ടല്ലോ, വെറുതെ കളഞ്ഞു പോകണ്ട. നമുക്ക് സൂപ്പ് കുടിക്കണ പോലെ ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ലെമണും കൂടി പിഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ദാൽ കുടിക്കണം. ഞാനിതിങ്ങനെ കുടിക്കുമ്പോൾ ആലോചിക്കുക, എൻ്റെ കൂടെ ഇവിടേക്ക് ദിൽഫേനി വരണ്ടിന്. ദിൽഫക്ക് മാനസികമായി പോയിട്ടുണ്ടാവും. കാരണം ദിൽഫക്ക് നോൺ വെജ് എന്തെങ്കിലും ഒരു ഐറ്റം അല്ല അത് ഭക്ഷണം അങ്ങോട്ട് തൊണ്ടേന്ന് ഇറങ്ങില്ല. അവൾ എൻ്റെ കൂടെ പോകുന്ന എനിക്ക് നല്ല രസമുണ്ടാവും എന്നെ കാണാൻ. ബ്രിട്ടാനിയ ബിസ്ക്കറ്റും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും ഇനി ഈ ദിവസം മൊത്തം. സൂപ്പർ. അതോടെ നമ്മൾ വാങ്ങിയ ദാലും ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പം നല്ല കളറുള്ള ജീരക മുട്ടായി കേട്ടോ. സാധാരണ ഞാൻ വൈറ്റാണ് കാണൽ, ഇതിൽ നല്ല അടിപൊളി കളറുണ്ട്. നേവി ബ്ലൂ ഒക്കെ ഉണ്ട്, റോയൽ ബ്ലൂ. അപ്പോൾ ബില്ല് കമ്പാരിറ്റീവ്ലി അഹമ്മദാബാദിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറവാട്ടോ. ഇത്രയും കഴിച്ചിട്ടും 356 ആയിട്ടുള്ളൂ. അപ്പോൾ എന്നാൽ ഇതിന് ഓക്കെ ഭയ്യ, താങ്ക് യു. ഇവിടെ പിന്നെ അഹമ്മദാബാദത്തെ പോലെ ഒന്നുമല്ല, യൂട്യൂബ് കണ്ടുകൊണ്ടാണ് ഓട്ടോ ഓടിക്കുന്നത്. നമ്മളെ ഊബറിലുള്ള ലൊക്കേഷൻ ഏതാണെന്ന് നോക്കും, ഡെസ്റ്റിനേഷൻ മനസ്സിലാക്കും. അത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബ് കയറി അവർക്ക് വേണ്ടിയ പാട്ട് സെർച്ച് ചെയ്യും. എന്നിട്ട് ഈ ചേച്ചീൻ്റെ ഡാൻസൊക്കെ കണ്ടുകൊണ്ടാണ് ബായ് നമ്മളെ കൊണ്ടുപോകുന്നത്. നല്ല രസമാണ്. നമുക്കും എന്താ പറയുക, ഗുജറാത്തി ഡാൻസും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവാം. പക്ഷേ ബായ് ഹെഡ്സെറ്റ് ഇട്ടുകൊണ്ട് പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല. നമുക്ക് ചെറിയൊരു സിറ്റി വാക്ക് എടുക്കാം. ഇത് വേറൊരു ഏരിയയാണ്. നേരത്തെ നമ്മൾ പോയതൊക്കെ മാർക്കറ്റ്, ഫാബ്രിക് സ്ഥലങ്ങളൊക്കെ. ഇത് കുറച്ചുകൂടിയും ടൗണാണ്. ഇവിടെയൊക്കെ ആ വണ്ടിയിലൊക്കെ പാൻറ്റ്, ഷർട്ട്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഉന്തുവണ്ടിയിലും ഉണ്ട്, ഷോപ്പുകളിലും ഉണ്ട്. സൂറത്ത് ആക്ച്വലി ലേഡീസിൻ്റെ സാധനങ്ങൾക്ക് ആണ് ഫേമസ് എന്ന് തോന്നുന്നു. അതേപോലെ ഫാബ്രിക്കാണ് കൂടുതൽ. അതല്ലാണ്ട് ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സിൻ്റെ ഫാക്ടറികൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കുറവാണ്. പക്ഷേ കൂടുതലുള്ളത് തുണീൻ്റെ മില്ലുകളാണ്. പിന്നെ സാരീൻ്റെ പ്രൊഡക്ഷൻ. റോഡ് സൈഡിലൊക്കെ സാരിക്കടകൾ കാണാം. പക്ഷേ ഇതൊന്നും നമ്മളൊരു ടേസ്റ്റും സ്റ്റൈലൊന്നും അല്ല കേട്ടോ. വേറെ തന്നെ ഒരു സ്റ്റൈൽ സാധനങ്ങളാണ് കാണുന്നത്. ഇവിടെ കൂടുതലും ലേഡീസിൻ്റെ ഫാബ്രിക്സിൻ്റെ മില്ലുകളാണ്. ലേഡീസ് തന്നെയാണ് കാര്യമായിട്ട്. പിന്നെ ഇതുപോലത്തെ സാരി കടകൾ 100, 200, 300 എന്നൊക്കെ എഴുതിയിട്ടുള്ള സാരികളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നുപോലും നമ്മളെ നാട്ടിലൊരു സ്റ്റൈലും ടേസ്റ്റും ആണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇത് റീറ്റെയിൽ കൗണ്ടറുകളാണ്. ഇപ്പോൾ ഇവരുടെ സ്റ്റൈലിലായിരിക്കുമല്ലോ സാധനങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇവിടെ സാരീൻ്റെ നല്ല മില്ലുകളുണ്ട്, അതേപോലെ തുണീൻ്റെ മില്ലുകളും. അതിലൊന്നും നമുക്ക് എൻട്രി ഇല്ല. അവരുടെ സപ്ലയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ബിസിനസ് പാർട്ട്നേഴ്സിനൊക്കെ എൻട്രീസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ കയറി കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കിവിടെ ലോക്കൽ കണക്ഷൻസ് ഉണ്ടാവണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വന്ന കാര്യം നടക്കുക എന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രമായി മാറിയാണ്. മാഡം ജിക്ക് ഒരു 2.5 മീറ്റർ ചുരിദാറിൻ്റെ കഷ്ണോ 1-2 ബെഡ്ഷീറ്റൊന്നും ഇവിടുത്തെ മില്ലുകളിൽ നിന്ന് കിട്ടും തോന്നില്ല. മില്ലിലേക്ക് കയറ്റണം എന്നല്ല. പിന്നെ പുറത്തുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞാൻ കാണിച്ചു തന്നല്ലോ, അതൊക്കെ ഒരു 200 മീറ്ററൊക്കെ മിനിമം അല്ലാതെ അവരാർക്കും സപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്കതൊക്കെ കാണാം, അവരോടൊക്കെ സംസാരിക്കാം. അതിനപ്പുറം നമുക്കിതുപോലത്തെ റീറ്റെയിൽ കടകളിൽ നിന്നൊക്കെ തന്നെ ശീലകളൊക്കെ കിട്ടുള്ളൂ, ചെറിയ പീസൊക്കെ കിട്ടാൻ. അതിപ്പോൾ നമ്മളെ നാട്ടിലും സുഖമായിട്ട് കിട്ടുമല്ലോ. എന്തായാലും നോക്കുക, ഇന്നും കൂടി ഇവിടെ നിന്നിട്ട് നാളെ തിരിച്ചു പോകുന്നതിനെ പറ്റി തീരുമാനിക്കാം. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഇന്നലെ രാത്രി വന്നപ്പോൾ നട്ടപ്പാതിരായതുകൊണ്ട് ലൈറ്റില്ലായിരുന്നു, അപ്പോൾ അത്ര വൃത്തി കാണിക്കാൻ പറ്റിയില്ല. നല്ല പുതിയ ഹോട്ടലാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ സമയം 7:54. 8 മണി ആകുമ്പോഴും അത്യാവശ്യം ലൈറ്റ് ഉണ്ട്, വെളിച്ചം പോയില്ല. ഇവിടെ അങ്ങനെയാണ് ലൈറ്റ് പോലുള്ളൂ. അതേപോലെ നേരം വെളുക്കാൻ സമയമെടുക്കും ചെയ്യും. ഈ കാണുന്നത് ബസ് ബേ ആണ് കേട്ടോ. ഞാൻ മുന്നേ അഹമ്മദാബാദിൽ നിന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ ബസ്സിന് വേറൊരു ട്രാക്ക് വരും. അത് ഈ ഒരു സ്ഥലത്തിനോട് ചേർത്ത് നിർത്തിയിട്ട് അതൊന്ന് ആ ഗ്ലാസ് ഡോർ തുറന്നിട്ടാണ് ആൾക്കാർ ബസ്സിലേക്ക് കയറി പോവുക. അത് ഇവിടെ ഓടുന്ന ഇലക്ട്രിക് ബസ്സുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൂടെയാണ് വരിക. ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ബസ് ഇങ്ങനെ വരുന്നു, അവിടെ
അവിടെ ഒരു ഡോറുണ്ട്, നമ്മൾ ഇന്നലെ മെട്രോയിലൊക്കെ കണ്ട പോലെ ഒരു ഗ്ലാസ് ഡോറ്. അതിനോട് ചേർത്ത് നിർത്തും, ആ ഗ്ലാസ് ഡോർ തുറക്കും, ബസ്സിൻ്റെ ഡോറും തുറക്കും, ആൾക്കാർക്ക് സേഫായിട്ട് ബസ് കയറി പോവാം. ഇത് സിറ്റിൻ്റെ നടുവിലൊക്കെ ഇതുപോലത്തെ സ്റ്റേഷനുകളുണ്ട്. സിറ്റിൻ്റെ നടുവിൽ മാത്രമല്ല, നമ്മൾ വലിയ വലിയ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ, ഒരുപാട് കിലോമീറ്റർ ദൂരമുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ പോകുമ്പോഴും ഫ്ലൈ ഓവറിൻ്റെ മിഡിലായിട്ട് ഇതുപോലത്തെ സ്റ്റേഷനുകളുണ്ട് കേട്ടോ. നല്ലൊരു സൗകര്യമായിട്ട് തോന്നും. നമ്മളിപ്പോൾ സൂറത്തിലാണല്ലോ, ഗുജറാത്തിൽ. എലേൻ്റെ കപ്പിൽ ചായ കിട്ടും പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് അഹമ്മദാബാദിക്ക് പോകുന്നതിന് അവിടുന്ന് മാഡംജി പറഞ്ഞിട്ട് 2.5 മീറ്റർ ചുരിദാറിൻ്റെ ശീലമൊക്കെ വാങ്ങാൻ വേണ്ടി സൂറത്തേക്ക് വന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ സൂറത്തിലൊന്നും 2-3 മീറ്റർ ഒന്നും മുറിച്ച് കിട്ടൂല. ഇവിടേക്ക് ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്, 100 കണക്കിന് മീറ്ററിലാണ് സാധനം കൊടുക്കുന്നത്. അതൊക്കെ കൂടി വാങ്ങി കൊണ്ടുപോയാൽ കോഴിക്കോട്ടുള്ള എല്ലാവരും കൂടി ചുരിദാർ അടിച്ചിട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ 2 പോയി നോക്കിയും ചെറിയ രീതിയിൽ ഫ്ലോപ്പാണ് ആയത്. പക്ഷേ പ്രശ്നമല്ല, നമ്മൾ ഇനിയും പോയി നോക്കും. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പോയി നോക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ ഇട്ടോളി. നമുക്ക് പറ്റുന്ന സംഗതികളാണെങ്കിൽ നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മളോട് ഒരാളൊരു കാര്യം പറഞ്ഞ് നമ്മൾ വന്ന് നോക്കി, കാര്യം നടന്നില്ല, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നല്ല നാട്ടിലേക്ക് മടങ്ങാനുള്ള പ്ലാനാണ്. നാളെ നാട്ടിലേക്ക് തിരിക്കണം എന്നാണ് പ്ലാനിട്ട്. ഇനി അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുമോ എന്നറിയില്ല. അങ്ങനെ ഉണ്ടായാൽ നമ്മളതും പോയി നോക്കട്ടോ. ഏതായാലും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.